ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. എപ്പോഴും അടുക്കള പണിയിലാലോ. മിസ് ബീന, നിങ്ങൾ എന്റെ ഭാര്യനെ ഒരുപാട് പണിയെടുപ്പിക്കണ്ടല്ലോ. ഇവളൊന്നും ഇല്ല എന്റെ അടുത്ത്, അപൂർവമായിട്ടാ വരുന്നത്. അപ്പൊ പണിയെടുപ്പിച്ച് തോൽപ്പിക്കുക. അപ്പൊ പിന്നെ അമ്മായിമ്മ പോരെന്ന് പറഞ്ഞിട്ട് വിഷമം ഉണ്ടാവില്ലല്ലോ. ഇന്ന് ഞങ്ങള് അമ്പ് പെരുന്നാളിന്റെ പിണ്ടി കുഴിച്ചിടാൻ പോണു, ലൈറ്റ് ഇടാൻ പോണു, കുറെ പരിപാടികളുണ്ട്. പള്ളിയില് കൊടി കയറി. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും കൊടി കയറണം. ഈ പൂച്ച എന്താ പറയണു? രണ്ട് കുട്ടീനെ വന്നിട്ടുണ്ട് അവിടെ. ഒരാളെ ദേ കിടക്കണു, ഒരു പുതിയത് വന്നുണ്ട്, അവള് സങ്കടപ്പെട്ട് കിടക്കണു. നീയാണോ പ്രസവിച്ചത് ഇവിടെ? 4ാമത്തെ പ്രസവ. ആദ്യത്തെ ഇത് 2, 3 ഇതമ്മ. ഇനിയിപ്പോ അടുത്തത് വന്നിട്ടുണ്ട്. ഇടയിലുണ്ടായിരുന്ന 2 പേരും മരിച്ചുപോയി. അപ്പൊ ഇതിന് ഭർത്താവില്ലേ? ഭർത്താവ് ഇതിപ്പോ നമ്മള് കാണാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മക്കളാണോ? അപ്ഗ്രേഡഡ് വെർഷൻ 3.0 കൊടുക്കാനുണ്ട്. സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നടക്കാറായിട്ടില്ല. ഓൺലി 1 month പ്രായമായിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ ഇന്ത്യൻ പ്രിഡേറ്റർ എന്ന് വിളിക്കാം. പ്രത്യേക ഇനത്തിൽപ്പെട്ട പൂച്ചകളാണ്. ഇതിന് വിൽക്കുന്നുണ്ടാ? ഇതിന് വെക്കുന്നുണ്ട്. എത്ര രൂപ? സബ്സ്ക്രൈബേഴ്സിന് ആയതുകൊണ്ട് കുറച്ച് കൊടുക്കാം. ഇത് പേർഷ്യൻ കാറ്റാ? ഇത് പേർഷ്യൻ കാറ്റാ. കൊടുക്കുന്ന ഒരുത്ത പേർഷ്യന്നുള്ളൂ, വേണമെങ്കിൽ കൊടുക്കാം. സൂപ്പറാണ്. ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. എന്നെ പട്ടി കച്ചവടക്കാരനാക്കിയില്ലേ. ഇന്നിപ്പോ എന്താ ചെയ്യാൻ പോണത്? ഇന്ന് നമ്മൾ ഈ പിണ്ടി 2 കഷ്ണമായിട്ട് നമ്മള് കാട്ടൂരിന്ന് പാഴ്സലായിട്ട് കൊണ്ടുവന്നതാ. സാധാരണ പിണ്ടിന്ന് ഒറ്റ പിണ്ടിയിൽ ഇതെന്താ 2 എണ്ണം? ഇത് നമ്മുടെ കാറിന്റെ ബാക്കിൽ ഇങ്ങനെ കേറുള്ളൂ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 2 പിണ്ടി കൊണ്ടുവന്നതാ. 3 കഷ്ണാക്കിയിട്ട് 3 കഷ്ണാക്കിയിട്ട് 2 കഷ്ണം കൂടി കൊണ്ടുവന്നു. ഇനി ഇതിന് നടുക്കൊരു കോല് കുത്തിയിട്ട് അതും ഇത് പിടിപ്പിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഇവർക്ക് വിശ്വാസമില്ല. ചീഫ് സർജൻ ഞാൻ ജൂനിയർ. ശരിയാവൊന്നും നോക്കണം. അപ്പൊ അതിനെ കുഴിച്ചിടണം. അതിന്റെ തൊലിയൊക്കെ കുറച്ച് ദിവസമായി ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ ഇതൊക്കെ കമ്പിയൊക്കെ കയറ്റുമ്പോ എങ്ങനെയാവും അറിയില്ല. എന്തായാലും രക്ഷപ്പെടും എന്ന് വിശ്വസിക്കണു. സിമെന്റ് ഉറപ്പിച്ചാലോ നടുഭാഗം? വെറുതെ അല്ല, നീ എഞ്ചിനീയറിംഗ് പാസ്സായിരുന്നു. അമ്മ ഈ പൂച്ചകളെ തട്ടി നടക്കാൻ പറ്റാണ്ടായില്ല ഇവിടെ. പൂച്ചക്കൊരു മൂക്കുത്തി പോലെ പൂച്ചക്കൊരു പിണ്ടി കുത്തി. ഇവിടെയാണ് നമ്മള് പൂക്കളടന്ത്. അപ്പൊ വാഹനങ്ങൾക്കൊന്നും തടസ്സം വരില്ല. വാഹനങ്ങൾക്കൊന്നും തടസ്സമില്ല. ഇതിലെ പോകുന്ന മറ്റേ ലൈലാൻഡ് ലോറിയാണല്ലോ. ഇവിടെ ഡാഡ് ആൻഡ് മോം വിൽ കം, യു നോ. എടാ, നീ മറ്റേ സുന്ദരകില്ലാടി സിനിമ കണ്ടിട്ടില്ലേ? കിണർ അതുപോലെ നിനക്ക് പറ്റും. നീ കുത്തോ? ഇതാ പറഞ്ഞ മുടിയനായ പുത്രൻ വീടിന്റെ അടിവാരം തോണ്ടുന്നു. ഇവ നിങ്ങളുടെ പള്ളിപ്പെരുന്നാളിന് ഇതൊക്കെ ഉണ്ടോ? ഞങ്ങക്ക് പിണ്ടില്ല, ഞങ്ങക്ക് പടക്കവും ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവന്റെ തലയിലത്തെ പെട്ട. കാശ് കിട്ടിയാൽ ഞാൻ മറ്റേ സാധനം വയ്ക്കും. എന്ത് സാധനം? അധികം വേണ്ട, ബാക്കിലേക്കൊന്ന് സൂം ചെയ്ത്. വീഡിയോയില് ഫസ്റ്റ് പൂച്ചേനെ കാണിക്കുന്ന വ്ളോഗൊക്കെ ഇതിന്റെ ട്രെൻഡിങ് ആവാറുണ്ട് കേട്ടോ. ഇവളിവിടെ പറ്റതാ, ഇവളിവിടെ പെറ്റിട്ട് പോയതാ. ഇതെന്താ ലേബർ റൂമോ? പെറും പെറ്റിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് വലുതായതാ. ഇത് ഇവിടെ പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കിയമ്മ. വീടിന്റെ അടിത്തറ താണ്ടിയുടെ ഞാൻ കുഴിച്ചു കുഴിച്ചു. മീൻകാരൻ വന്നപ്പോ എല്ലാ പൂച്ചകളും അവിടെ പോയി നിൽപ്പുണ്ട്. എന്നിട്ട് മീൻ കുഞ്ഞുമാന്തളാവൂലേ? ഇതാ പറഞ്ഞ പോലെ സുന്ദരകില്ലാടി പോലെ അല്ല പടം. അടുത്തതായി പിണ്ടിയെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. അതിന് കത്തി തരും സിസേഴ്സ്. ഇതാണ് പിണ്ടിയുടെ മെഡുല ഒബ്ലാങ്കട്ട. നമ്മൾ പിണ്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പുതിയ പിണ്ടി. ഇതൊക്കെ കണ്ടേ നീ തിരുമുടിക്കുന്നില്? ഞങ്ങളവിടെ ഇല്ലാന്നത്. അങ്ങനെ കേസ് നമ്മൾ പിണ്ടി കുഴിച്ചിട്ടു. ഇനി ഈ പിണ്ടിയുടെ മുകളിൽ അടുത്ത പിണ്ടി നമുക്ക് ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ നടുക്ക് നമ്മൾ 2 ഇരുമ്പിന്റെ റോഡ് അടിച്ചു കയറ്റാ. നീ ആരാ തച്ചനാ? ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ പരീക്ഷ ജയിക്കുമെന്ന് അറിയില്ല. എന്റെ ബുദ്ധി ഫലിച്ചു. അമ്മയുടെ ബുദ്ധി വിമാനം തന്നെ എന്ന് പറയുന്നത്. മേരി മാർഗരറ്റ്, ഈ ഒരു അനുഭവം എങ്ങനെയുണ്ട്? നല്ല അനുഭവമായിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇതിൽ ഫുള്ള് വെള്ള കളർ പേപ്പർ ഒട്ടിക്കാട്ടോ മോൾ ഭാഗം വരെ. ശരിക്കും മഞ്ഞയും വെള്ളയും വേണ്ടത്, പക്ഷെ മിസ് ബീന മഞ്ഞ വാങ്ങിച്ചില്ല ഗൈസ്.
നേരെ കണക്കോട് സുകുമാര മാഷ് സുകുമാരൻ മാഷിന്റെ എനിക്ക് അടിയിട്ടുണ്ട്. ഇവൻ പോയോടുന്നൊക്കെ എനിക്കാണ് അടിയിട്ടിരിക്കുന്നത്. ഇവനോടുള്ള ദേഷ്യം മൊത്തം അവരെന്നോട് തീർത്ത്. ഇവ നിന്നെ പഠിപ്പിച്ച 3 സാറുമാരുടെ പേര് പറഞ്ഞേ. മാത്സ് വേണോ, ഡാൻസ് വേണോ, ഫിസിക്സ് വേണോ? മാത്സ് ആരാ പഠിപ്പിച്ചേ? സോമൻ സാർ. ഡാൻസ് ശിവമാഷി, ഷീന ടീച്ചർ. കൊരട്ടിയിലെ കലാത്തിലൊക്കെ ഇരിക്കണേ. പതാക, തൃപ്പതാക, അർത്ഥപതാക, കർത്തരിമുഖം, മയൂര, അർത്ഥചന്ദ്രൻ, നാരായണ, ശുഭനന്ദം, മുഷ്ടി ശിഖരം, കവിത്വം, കടകാമുഖം, മുഷ്ടി ശിഖരം, കവിത്വം, പിന്നെ മറന്നുപോയി. കേട്ടടാ ശരിക്കും കലാതില മറന്നുപോയി ശരിക്കും. വെരിമാർഗം കിട്ടിയത് കൊടുങ്ങല്ലൂക്കാരുടെ ഭാഗ്യം. ഇപ്പൊ കമന്റ് വരും, നിങ്ങള് വാടകയ്ക്ക് പ്ലാസ്റ്റർ ഇട്ടോന്ന്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് പിണ്ടിക്ക് ബെൽറ്റ് ഇടുന്ന ഒരു പരിപാടിയാണ്. തണ്ടലുവാനുള്ളവർക്ക് ബെൽറ്റ് നടക്കാറുണ്ട്. സുന്ദരൻ പിണ്ടിയായി. ഇനി കൊടി കുത്തുമ്പോ ഇതിലും സുന്ദരനാവും. സുന്ദരനാക്കിയത് ഈ സുന്ദരൻ. അരങ്ങുകളും കൊടികളും ഇവിടെയുണ്ട്. ഇത് വെച്ചാൽ നമ്മൾ പിണ്ടീനെ അലങ്കരിക്കാൻ വേണ്ടി പോകുന്നത്. കസാര ഇടോ പിന്നീട് മുകളില്? ഒരു കസേര ഇട്ടിട്ട് നിന്നെടുത്തില്ലേ. ഇപ്പൊ എങ്ങോട്ട് പോണേ? ഓല വെട്ടണം. മിസ് ബീന ഓല വെട്ടാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നാളെ എന്റെ മോനെ തകർത്തല്ല. റോക്കറ്റാണ് ഇപ്പൊ അമ്മ ഉണ്ടാക്കാൻ പോണേ. പിന്നെ പച്ച കളർ ഡെക്കറേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നിന്റെ വക ഇങ്ങനെ ഒട്ടിക്കുന്നതാണെന്ന് എനിക്ക് പറക്കുണ്ടല്ലോ. എന്റെ ബസ് ഓർമ്മ വരുന്നത്. അങ്ങനെ ബീന അവസാനം റോക്കറ്റ് വിടാൻ പഠിച്ചിരിക്കുകയാണ്. ഒന്നേ അപ്പുറത്തെ പെരയിലേക്ക് പോയല്ലോ. നിങ്ങൾ ഭയങ്കര ടാലന്റഡ് ആണെന്ന് പറയുന്നത് ശരിയാണോ? ഇതെന്റെ കെട്ടിയോൻ പഠിപ്പിച്ചു തന്നതാ. പിണ്ടി ഓക്കെ ആയി. ഇനി അതുമ്മ കൊടി കുത്തണം. പർപ്പിൾ, ബ്ലൂ. എനിക്ക് മറ്റേ ചുറ്റും കുത്തണ്ടാണ് ഇഷ്ടം. പുതിയ തലമുറയുടെ ഐഡിയ അല്ലേ. അപ്പൊ നമ്മുടെ പിണ്ടി ഇവിടെ കൊടി കുത്തി മുന്നേ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവയാണ് ക്രിയേറ്റീവ് ഡിസൈനർ. എന്തുപോലെ എനിക്ക് തോന്നണേ? മയില് പീലി വിടർത്തി നിൽക്കുന്നു. എന്താണ്? മയിലേ പീലി വിടർത്തിയിട്ട് ഇങ്ങനെ മയിലിങ്ങനെ ആടും പീലി വെച്ചിട്ട്. അപ്പൊ ഇത് പിണ്ടി ആടാണ്ടിരുന്നാ മതി. എടാ നീ കേക്കണ്ടതൊക്കെ എന്റെ വഴി നോക്കി പോയാണ്. ഇത് വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്യുന്നത്. ഗൈസ് അങ്ങനെ നമ്മളുടെ പിണ്ടി ഒരുവിധം സെറ്റായി. കൊടിയെല്ലാം കുത്തി ഗംഭീരമായ രീതിയിൽ വന്നിട്ടുണ്ട്. അമ്മ ഓരോ ചെടിച്ചട്ടിയിലും അരങ്ങ് കുത്തി വെക്കുന്നുണ്ട്. അല്ല, കൊടി കുത്തി വെക്കുന്നുണ്ട്. ഗൈസ് അപ്പൊ നമ്മൾ ഈ ഒരു അരങ്ങിന്റെ പരിപാടിയാണ് അടുത്തായിട്ട് ചെയ്യാൻ പോണേ. ഇത് വീടിന്റെ മുകളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടാൻ വേണ്ടി പോവാണ്. മുന്നേ ചെറിയ കുശി ഇടുന്നത് കൊണ്ട് അമ്മ മുഖം അമർത്തി അപ്പൊ നമ്മുടെ ഇവിടെ അരങ്ങും സംഭവങ്ങളൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അരങ്ങ് വന്നിട്ടുണ്ട്. ഇതിലേ വന്ന് ഇവിടെ മുന്നേ എവിടെ കാണാനല്ല. ഇതിവിടെ ഇട്ടോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് അരങ്ങ് പരിപാടികൾ ഇടുന്നത്? ഭയങ്കര അടിപൊളിയാണ്. ഏതായാലും സുന്ദരി നോക്ക്. അമ്മയുടെ അമ്മനെ കാണാനല്ലോ. അമ്മയുടെ അനിയത്തിയാണ് പേര് സീമ. ഞങ്ങള് ഡിജീനെ പെരുന്നാൾക്ക് കൊണ്ടുവരാൻ പോവാണ്. ഡിജീനെയും കൊണ്ടുവരും. എന്നിട്ട് അടുത്ത പെരുന്നാളിന്റെ എല്ലാ ആഘോഷങ്ങളും അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണാം. അങ്ങനെ ചുരിദാറിട്ടെ നല്ല ടെൻഷൻ. അതാണ് അമ്മയുടെ സംസാരത്തിൽ അതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. നിക്കടാ, നീ ഇവനും കൂടി നിർത്തറാ. ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളിന്റെ തുടക്കമായിട്ട് അരങ്ങിടലും പിണ്ടികുത്തലും പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഡിജിയുടെ വീട്ടിലേക്ക് പോവാണ്. ഡിജിനെ കൊണ്ടുവരാൻ വേണ്ടി അമ്മ ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാതിരിക്കും. എല്ലാവർക്കും എല്ലാവരും നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ.